നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്തിനെതിരെ കടുത്ത നിലപാടും വിമർശനങ്ങളുമായി CBCI അഥവാ കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്ത് വന്നിരിക്കുകയാണ്. ആദിവാസികളെ ഘർവാപ്പസി നടത്തി ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് വളരെ നന്നായെന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദിവാസി സമൂഹം ഏതാണ്ട് ഭൂരിഭാഗവും ദേശവിരുദ്ധരായി മാറിയേനെ എന്നും മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി തന്നോട് പറഞ്ഞു വന്ന തരത്തിലുള്ള മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവനയാണ് കത്തോലിക്ക മെത്രാൻ സമിതിയെ ചൊടിപ്പിച്ചത്. ഇതിനെതിരെ അവർ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും ഒരു ഭാഗത്ത് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു, മറുഭാഗത്ത് BJPയുടെ തലതൊട്ടപ്പനായ RSSും മറ്റ് ഹൈന്ദവ സംഘടനകളും ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇതിലെ ഒരു വൈരുദ്ധ്യമുണ്ടെന്നും ഇത് പാടില്ലെന്നുമാണ് കത്തോലിക്ക മെത്രാൻ സമിതി പറയുന്നത്. ഇന്ത്യയിലാകമാനം ക്രിസ്ത്യാനികൾക്കെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ വർഷം ഏതാണ്ട് 1000-ഓളം അക്രമങ്ങൾ ഇന്ത്യയിൽ മുഴുവൻ ക്രൈസ്തവർക്കെതിരെ നടന്നുവെന്നാണ് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ഏകദേശ കണക്ക്. അത് മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ക്രൈസ്തവർക്ക് അവരുടെ മതപ്രചരണം നടത്താനും മതം ഫോളോ ചെയ്യാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ഇല്ല എന്ന തരത്തിലുള്ള പ്രസ്താവനകളും പ്രചരണങ്ങളും ലോകമെങ്ങും നടക്കുന്നുമുണ്ട്. അതിനിടയിലാണ് മോഹൻ ഭഗവത്തിൻ്റെ ഈ പ്രസ്താവന വന്നത്. ക്രൈസ്തവരെ BJPയോട് അടുപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP നേതൃത്വവും കൊണ്ടുപിടിച്ച് ശ്രമിക്കുകയാണ്. എന്നാൽ RSS ആകട്ടെ അതിന് എതിര് നിൽക്കുകയാണ്. BJPയുടെ ഈ ശ്രമങ്ങളെയെല്ലാം RSS അട്ടിമറിക്കുകയാണെന്നുള്ള പരാതി BJPക്ക് ഉള്ളിൽ തന്നെയുണ്ട്. കാരണം ക്രിസ്ത്യൻ മതപ്രചാരകർ, സുവിശേഷകർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ആദിവാസികളെ മതപരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളാക്കി മാറ്റുന്നു എന്നുള്ള പരാതി RSS ദശാബ്ദങ്ങളായി ഉയർത്താൻ തുടങ്ങിയിരുന്നു. മാത്രമല്ല BJP അധികാരത്തിൽ വന്നപ്പോൾ ആ സംസ്ഥാനങ്ങളിൽ BJPക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം പാസാക്കുകയും ചെയ്തിരുന്നു. അന്ന് തന്നെ അതിനെതിരെ ശക്തമായ എതിർപ്പ് വരികയും മതപരിവർത്തന നിരോധന നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്ന് കത്തോലിക്ക മെത്രാൻ സമിതിയും മറ്റ് ക്രൈസ്തവ സംഘടനകളും വാദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതുകൊണ്ടൊന്നും പിന്മാറാൻ തയ്യാറായില്ല. ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമെല്ലാം നിരവധി ക്രിസ്തു മതപ്രചാരകർ ഇതേ തുടർന്ന് ജയിലിലായി. ഇതും കത്തോലിക്ക മെത്രാൻ സമിതിയെയും വിവിധ ക്രിസ്ത്യൻ ഗ്രൂപ്പുകളെയും, ക്രിസ്ത്യൻ യുണൈറ്റഡ് ഫോറം എന്ന് പറയുന്ന വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സംഘടനകളെയും ഇത് വളരെയധികം പ്രകോപിപ്പിച്ചിരുന്നു. അവർ ഡൽഹിയിൽ ഇതിനെതിരെ വലിയ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതേസമയം ക്രിസ്മസിനും ഈസ്റ്ററിനുമൊക്കെ പ്രധാനമന്ത്രി ഡൽഹിയിലെ പള്ളികളിലെത്തുകയും ക്രൈസ്തവരെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത് രണ്ടും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളായി പോകുമ്പോൾ തന്നെ RSSൻ്റെയും മറ്റ് ഹൈന്ദവ സംഘടനകളുടെയും ഇത്തരം ക്രൈസ്തവ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയും ഒരിക്കലും അംഗീകരിക്കാൻ വയ്യെന്നും ഇതെല്ലാം നമ്മുടെ മതേതര സംസ്കാരത്തിനും ഭരണഘടനയ്ക്കും എതിരാണെന്നുമാണ് കത്തോലിക്ക മെത്രാൻ സമിതി പറയുന്നത്. ഏതായാലും RSS അധ്യക്ഷൻ മോഹൻ ഭഗവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ BJP ഉൾപ്പെടുന്ന സംഘപരിവാറിൻ്റെ തലവനെതിരെ ശക്തമായ പ്രസ്താവനകളുമായിട്ടാണ് കത്തോലിക്ക മെത്രാൻ സമിതി രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തരം നടപടികൾ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനകൾ RSS നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണെങ്കിൽ അത് ഭരണഘടനാ മൂല്യങ്ങളെ ശക്തിയായി ബാധിക്കുമെന്നും പ്രധാനമന്ത്രിയും BJPയും നടത്തുന്ന ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ശ്രമങ്ങളെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കാനുള്ള ശ്രമങ്ങളെ അത് ഗുരുതരമായി ബാധിക്കുമെന്നും കത്തോലിക്ക മെത്രാൻ സമിതി പറയുന്നു. ഏതായാലും മോഹൻ ഭഗവത്തിൻ്റെ ഈ പ്രസ്താവന പ്രണബ് കുമാർ മുഖർജി തന്നോട് പറഞ്ഞു ഘർവാപ്പസി നടത്തിയത് നന്നായി, അല്ലെങ്കിൽ ആദിവാസികൾ ദേശവിരുദ്ധരായി പോയേനെ എന്ന് പ്രണബ് കുമാർ മുഖർജി തന്നോട് പറഞ്ഞുവെന്ന് മോഹൻ ഭഗവത്തിൻ്റെ പ്രസ്താവന കത്തോലിക്ക നേതാക്കളെയും ഇതര ക്രിസ്ത്യൻ നേതാക്കളെയും നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട്. അവരേതായാലും RSSനെതിരെ ശക്തമായ പ്രതികരണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ക്രിസ്ത്യാനികളെ അടുപ്പിക്കാനുള്ള BJPയുടെ നീക്കങ്ങൾക്ക് തുരങ്കം വയ്ക്കുന്നതും അട്ടിമറിക്കുന്നതും RSS തന്നെയാണെന്ന് കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസ്താവന അടിവരയിട്ട് പറയുകയും ചെയ്യുന്നു.